ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിലപാടിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യമായ, അവരുടെ കണ്ണിൽ കാണാൻ കഴിയാത്ത ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അതിനുശേഷമാണ് ആരാധനകളെ സംബന്ധിച്ചും നിസ്കാരത്തെ സംബന്ധിച്ചും സ്വതക്കയെ സംബന്ധിച്ചുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. ലവലേശം സംശയമില്ലാത്ത, ഒരു സംശയത്തിനും വകുപ്പില്ലാതെ വിശ്വാസികൾ സ്വീകരിക്കുന്ന ഇസ്ലാമിൻ്റെ വളരെ ബേസായ അടിസ്ഥാനപരമായ കാര്യമാണ് അദൃശ്യമായ വിശ്വാസം. നമ്മുടെ ഈമാൻ കാര്യങ്ങൾ, അർക്കാനുൽ ഈമാൻ, അതിലെ എല്ലാ കാര്യങ്ങളും ഗൈബുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസമാകട്ടെ, അള്ളാഹുവിൻ്റെ കിതാബിലുള്ള വിശ്വാസമാകട്ടെ, പരലോകത്തുള്ള വിശ്വാസമാകട്ടെ, അതൊക്കെ നമ്മൾ അദൃശ്യമായി വിശ്വസിക്കുകയാണ്. പക്ഷെ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നു. ദൃശ്യമായി നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പറ്റി പറയുന്നു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ വിശ്വസിക്കുന്നവരാണവർ. അതുപോലെ തന്നെ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്നാണ്. സാധാരണ അല്ലാഹു യുഅ്മിനൂൻ എന്നാ പറയാ. എന്നാൽ ആഖിറത്തെ സംബന്ധിച്ച്, പരലോകത്തിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്ന, ഒരു സംശയം അവർക്കില്ല. അതെങ്ങനെയാണ് ആ വിശ്വാസത്തിലേക്ക് എത്തുക? അപ്പോൾ ദൃശ്യമായ കാര്യങ്ങളെ മാത്രമേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആ വാദത്തിൻ്റെ പ്രസക്തി എന്താണ്? സത്യത്തിൽ മനസ്സിലാക്കുമ്പോൾ ദൃഷ്ടിപ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ, അതിലൂടെയുള്ള വിശ്വാസം വളരെ ചെറിയ ശതമാനം മാത്രമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പോലും പറഞ്ഞിട്ടുണ്ട്. ചെറിയ കുറച്ച് കാര്യം എന്തേ ഉള്ളൂ, നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കാൻ പറ്റും. ബഹുഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ കാണാതെ വിശ്വസിക്കാൻ, നമ്മൾ കാണാതെ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് വലിയൊരു വിഭാഗവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭൂമി ഉരുണ്ടതാണ് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. അത് നമ്മളാരും കണ്ടതല്ല, നമ്മൾ പോയി നിരീക്ഷിച്ച് പരീക്ഷിച്ച് നമ്മൾ കണ്ടെത്തിയതല്ല. ബഹിരാകാശത്ത് പോയ ഒരാൾ അവിടെ പോയി അതിൻ്റെ ചിത്രം പകർത്തുന്നു, നമ്മളിലേക്ക് അത് എത്തിക്കുന്നു, നമ്മൾ അത് കാണുന്നു, അത് വിശ്വസിക്കുന്നു. എന്തിനേറെ സ്വന്തം മാതാവിൻ്റെയും പിതാവിൻ്റെയും വിഷയത്തിൽ പോലും നമ്മളാരും അതിൻ്റെ യാഥാർത്ഥ്യത്തെ തേടി DNA അന്വേഷിച്ചു പോയിട്ടില്ല. ഉപ്പയും ഉമ്മയും പറഞ്ഞു നമ്മൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ ബഹുഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ കാണാതെ വിശ്വസിക്കാൻ, കാണാതെ തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അറിവ് സ്വീകരിക്കാനുള്ള, ഇൽമ് നമ്മളിലേക്ക് എത്താനുള്ള ഈ ഭൗതികമായ ഒരു വലിയ സോഴ്സ്, ഒരു വലിയ സ്രോതസ്, അത് വിശ്വാസതയുള്ള, വിശ്വാസകരമായ സ്രോതസ്സിൽ നിന്നും നമ്മുടെ അടുക്കിലേക്ക് എത്തുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഈ രൂപത്തിലൊക്കെ പിന്നെ ഭൂമി ഉരുണ്ടതാണ് എന്നും അങ്ങനെ പ്രാപഞ്ചികമായ പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നു. എന്നാൽ മതത്തിൻ്റെ വിഷയത്തിൽ വരുമ്പോൾ, ദീനിൻ്റെ വിഷയത്തിൽ വരുമ്പോൾ, അവിടെ നമുക്ക് നേരിട്ട് കാണണം, നേരിട്ട് കണ്ടറിയണം, തൊടണം, അത് സ്പർശിക്കണം. ഇങ്ങനെയുള്ള മൂഢമായ വാദങ്ങൾ അത് കേവലം ഒരർത്ഥവുമില്ലാത്ത വാദങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അറിവിൻ്റെ മറ്റൊരു സ്രോതസ്സാണ് ഫിത്രത്ത് എന്നത്. അത് അശുദ്ധ പ്രകൃതം. മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം തേടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ്റെ മനസ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ ഉണ്ടായാലേ ശരിയാവുള്ളൂ എന്നവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മുമ്പൊരു നാട്ടിൽ, സോവിയറ്റ് റഷ്യയിൽ സോവിയറ്റ് യൂണിയൻ്റെ ഭരണം വന്നപ്പോൾ അവിടെ പിന്നെ നിർബന്ധമായി മതസ്ഥാപനങ്ങളും പള്ളികളും അതുപോലുള്ള പിന്നെ മതസ്ഥലങ്ങളൊക്കെ അടച്ചുപൂട്ടി നിർബന്ധമായി യുക്തിവാദത്തിലേക്ക് തള്ളി നീക്കിയതാണ്. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു പോയി. പിന്നീട് ആ സോവിയറ്റ് ഭരണം അവരിറങ്ങിയപ്പോൾ ആൾക്കാർ വീണ്ടും തിരിച്ച് ദൈവവിശ്വാസത്തിലേക്കും അവരെ ദൈവത്തിനെ തേടിയുള്ള യാത്രയും അവർ കണ്ടിന്യൂ ചെയ്തു എന്നാണ്. കാരണം അത്ര കാലം ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ ദൈവവിശ്വാസം ഇല്ലാതെ ജീവിച്ചിട്ട് പെട്ടെന്ന് ആ ഭരണകൂടം മാറിയപ്പോൾ കൂട്ടമായി അവർ വിശ്വാസത്തിലേക്ക് വന്നെങ്കിൽ അവിടെ ശുദ്ധപ്രകൃതി തേടുന്ന ഒരു കാര്യമുണ്ട്. ആ ശുദ്ധപ്രകൃതി അതൊരു സ്രോതസ്സാണ്. അതുപോലെ തന്നെ ശരിയായ സ്രോതസ്സിലൂടെ ഇൽമെത്തുന്നതും നമുക്ക് ഇൽമ മനസ്സിലാക്കാനുള്ള, യഥാർത്ഥ അറിവ് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്.
സുഹൃത്തുക്കളെ, മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ് അവൻ പ്രവർത്തിക്കുന്നതിന് ഒരു പ്രതിഫലം ആഗ്രഹിക്കുക എന്നുള്ളത്. ഇവിടെ വ്യത്യസ്തങ്ങളായ തൊഴിലുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ അതിൽ പലതരത്തിലുള്ള പ്രതിഫലങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വെറും സമ്പത്ത് മാത്രമല്ല, ചിലപ്പോൾ ഒരു നല്ല വാക്കായിരിക്കാം, ഒരു പ്രശംസ ആയേക്കാം. അങ്ങനെ പല രൂപത്തിൽ ഭൗതികമായ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ മനസ്സിൽ സമ്മാനങ്ങളോട്, പ്രതിഫലങ്ങളോട് താല്പര്യമുണ്ട്. ഈ ഭൗതിക ലോകത്ത് പലപ്പോഴും വാഗ്ദാനങ്ങൾ അത് വാഗ്ദാനങ്ങളായി നിന്നുപോകുന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ ഇസ്ലാം പറയുന്നത് സ്വർഗമെന്ന മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്കുള്ള സമ്മാനമായി, അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അനന്തരഫലമായി റബ്ബ് സ്വർഗം നൽകുമെന്നുള്ളതാണ്. അത് കേവലം ഇസ്ലാമിൻ്റെ ഒരു വാഗ്ദാനമല്ല, അത് ഉറപ്പാണ്. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, സ്വർഗം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും സ്വർഗമെന്ന് പറയുമ്പോൾ മനുഷ്യർ അവരുടെ ചിന്തകൾ വെച്ചുകൊണ്ടാണ് സ്വർഗത്തെ ചിന്തിക്കുന്നത്. സ്വർഗത്തിലെ പുഴ, സ്വർഗത്തിലെ അരുവികൾ, നമ്മളുടെ പരിമിതമായ അറിവ് വെച്ച് നോക്കൂ, ഈ ദുനിയാവിലെ തന്നെ എത്ര വലിയ ആസ്വാദനങ്ങൾ, നമ്മൾ കാണാത്ത എത്രയെത്ര പ്രദേശങ്ങൾ, എത്രയെത്ര കണ്ണിനാനന്ദമുള്ള നാടുകൾ, പ്രദേശങ്ങൾ ഈ ഭൂലോകത്തുണ്ട്. വളരെ പരിമിതമായ അറിവാണ് നമുക്കുള്ളത്. ആ അറിവ് വെച്ചുകൊണ്ടാണ് റബ്ബിന്റെ സ്വർഗത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൺകുളിർമയുള്ള എന്തെല്ലാം രഹസ്യമാക്കപ്പെട്ടിരിക്കുന്നു എന്നവർക്കറിയുന്നില്ലേ? അപ്പൊ അല്ലാഹു തആല നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്കറിയാത്ത, നമുക്ക് രഹസ്യമായ എത്രയോ വലിയ ആസ്വാദനങ്ങളാണ് റബ്ബ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതൊരാൾക്കും തന്നെ അറിയുകയില്ല. നമുക്കാർക്കും കണ്ടെത്താൻ കഴിയാത്ത, നമുക്കാർക്കും ചിന്തിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അഅദത്തുൽ ഇബാദി അസ്സാലിഹീൻ മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ട അനുഭൂതികളും ആസ്വാദനങ്ങളും അതല്ല സ്വർഗം. വലാ ഉദുനുൻ സമിഅത്, നമ്മൾ കേട്ട ഒരുപാട് ആസ്വാദനങ്ങളുണ്ട്, നമ്മൾ കേട്ട ഒരുപാട് അത്തരം കേൾവികളുണ്ട്. ഇതൊന്നുമല്ല സ്വർഗം. നമ്മൾ ഇതുവരെ കേട്ട അനുഭവങ്ങളോ കഥകളോ ഇതൊന്നുമല്ല സ്വർഗം. വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനസ്സിനും തോന്നിയിട്ടുള്ള തോന്നലുകൾ, നമ്മൾ ചിന്തിച്ചെടുത്ത ഇതൊന്നുമല്ല സ്വർഗം. അതിനപ്പുറത്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ഉന്നതമായ സൗകര്യങ്ങളാണ് റബ്ബ് അവൻ്റെ അടിമകൾക്ക് സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. ആ സ്വർഗം അത് കണ്ണുകൊണ്ട് ഒരാളും കണ്ടിട്ടില്ല, അവൻ്റെ വിഭാവനയിലൂടെ അവന് കണ്ടെത്താൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് പറയുമ്പോൾ തന്നെ കാരുണ്യവാനായ റബ്ബ് തൻ്റെ അടിമകൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ, കർമ്മങ്ങൾ ചെയ്യാൻ, നന്മകൾ ചെയ്യാൻ അവന് താല്പര്യമുണ്ടാകാൻ വേണ്ടി അവൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കോലത്തിൽ, അവൻ്റെ ചിന്തകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ സ്വർഗത്തെ വിശുദ്ധ ഖുർആനിലൂടെ സുന്ദരമായി വിശദീകരിക്കാൻ. ഇവിടെയാണ് ആ സ്വർഗത്തിൻ്റെ വിശദീകരണങ്ങൾ വായിക്കുമ്പോഴാണ് നമ്മൾ ദുആകളിലൊക്കെ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പറയാറുണ്ട്, അൻത അഅലമു ബിഹി മിന്നി, അല്ലാഹുവേ എന്നെക്കുറിച്ച് എന്നെക്കാൾ അറിയുന്നവൻ നീയാണ്. ആ വാക്കിൻ്റെ മാധുര്യം എത്രമാത്രമാണ്, അതിലൂടെ കിട്ടുന്ന സന്തോഷം എത്രമാത്രമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ വ്യത്യസ്ത ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും മനസ്സിലാക്കുന്ന റബ്ബ് അവൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യനൊരു കർമ്മം ചെയ്യാൻ ഒരു മോട്ടിവേഷൻ അനിവാര്യമാണ്. അവനൊരു കാര്യം ചെയ്യുന്നു, പ്രത്യേകിച്ച് അവൻ അതിലൂടെ ഒന്നും കിട്ടാനില്ലെങ്കിൽ അവൻ ചെയ്യൂല. ഒരു കാര്യം ചെയ്യാണ്, അല്ലെങ്കിൽ ഭൗതികമായി എന്തെങ്കിലും അവൻ ആഗ്രഹിക്കും, എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു മനുഷ്യൻ ചെയ്യുക. എന്നാൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പൂർണ്ണ രൂപം, അതിൻ്റെ ഏറ്റവും ഉത്തമമായ രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവൻ്റെ ഓരോ അടിമകൾക്കും ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഒരുക്കി വെച്ചിരിക്കുകയാണെന്നാണ്. ഇപ്പം കുത്തുവാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ, വഷളാക്കൽ, ഇതൊന്നും ആരും ആഗ്രഹിക്കാത്ത കാര്യമാണ്. അങ്ങനെ ആഗ്രഹിക്കാത്ത മനുഷ്യർക്ക് അവർക്ക് റാഹത്ത് കിട്ടാൻ, കുറ്റപ്പെടുത്തലും പോരായ്മകളെ കൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കും, അവർക്ക് റാഹത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹു പറയുന്നു, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ മോശമായൊരു വാക്കുണ്ടാവൂല, കുറ്റപ്പെടുത്തലുണ്ടാവൂല,
പിന്നെ വഷളാക്കൽ ഉണ്ടാവുകയില്ല, സമാധാനം മാത്രമായിരിക്കും. കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഈ ആയത്ത് വായിക്കുമ്പോൾ ആ റാഹത്തുകൾ ആലോചിച്ച് നോക്കി. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ഒരു നിർഭയമായ അവസ്ഥയിൽ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ ഫീ ജന്നാത്തിൻ വഉയൂൻ, മുത്തഖീങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ അവർ നിർഭയമായ ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കുക. തോട്ടങ്ങളുണ്ട്, അരുവികളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആനന്ദം എത്രമാത്രമാണ്. ഇവിടെ ഈ ദുനിയാവിൽ ഒരു പക്ഷേ കഴിയണമെന്നില്ല, സാമ്പത്തികമായി ഈ ലോകം ചുറ്റി നടന്ന് കാണാൻ അവന് കഴിയണമെന്നില്ല. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ആഭരണങ്ങൾ വലിയ താല്പര്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഉലുഇൻ വലിബാസുഹും ഫീഹാ ഹരീർ. നാളെ സ്വർഗത്തെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആഭരണങ്ങളുണ്ട്, സ്വർണത്തിനാലുള്ള വളകളുണ്ട്, പട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങളുണ്ട്. മനുഷ്യന്റെ താല്പര്യത്തെ അവന് കർമ്മങ്ങൾ ചെയ്യാൻ അവന്റെ വിഭാവനയ്ക്ക് അപ്പുറത്തുമാണ് സ്വർഗമെങ്കിലും മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് അവന് താല്പര്യം ഉണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലളിതമായ രൂപത്തിൽ, അള്ളാഹുവിന്റെ കാരുണ്യം എത്ര മാത്രമാണ്, ലളിതമായ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ. ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഫുഡ് ബ്ലോഗർമാരെ കൊണ്ട് ഇപ്പോൾ ഇടങ്ങേറാണ്, എവിടെ നോക്കിയാൽ അവരാണ്. അപ്പോൾ ഭക്ഷണത്തിന്റെ പിന്നാലെ ആൾക്കാർ ഓടുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത എത്ര ആൾക്കാരുണ്ടാവും. ഈ ഒരു ലോകത്തും പട്ടിണി അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുകയാണ്. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ. നാളെ ആ സ്വർഗ്ഗലോകത്തേക്ക് എത്തിയാൽ അവർക്ക് ഇഷ്ടമുള്ള ഫാക്കിഹത്ത്, പഴവർഗ്ഗങ്ങൾ അവർക്ക് കഴിക്കാം. വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ. അവർ ആഗ്രഹിക്കുന്ന പക്ഷിയുടെ മാംസങ്ങൾ അവർക്ക് ഭുജിക്കാം, കഴിക്കാം എന്ന് അള്ളാഹു പറയുമ്പോൾ അള്ളാഹു മനുഷ്യന്റെ വ്യത്യസ്ത താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് സുഖാനുഭൂതി പറയുന്നത്. പക്ഷേ യുക്തിവാദികൾ ഇവർ ആകെ കാണുക ഹൂർലിങ്ങൾ വിഷയങ്ങൾ മാത്രമാണ്, ഇവരാകെ കാണുക മധ്യപ്പുഴകൾ മാത്രമാണ്. സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ മനസ്സിലാക്കുന്ന അള്ളാഹു അവന് താല്പര്യപ്പെട്ട രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ അത് യാതൊരു തെറ്റുമില്ല. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടേണ്ടത് പുരുഷനെ ശരിക്കറിയുന്ന, സ്ത്രീയെ ശരിക്കും മനസ്സിലാക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ടാണ് അതൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു എല്ലാ വിഷയത്തിൻ്റെയും ഒരു അങ്ങേ തലത്തിലുള്ള അനുഭൂതി നമുക്ക് കിട്ടണമെന്നത്. അതുപോലെ നേരെ തിരിച്ചും നരകത്തിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ദുനിയാവിൽ നമ്മൾ ഒരു വ്യക്തി അവൻ വാലിമാണെങ്കിൽ, അക്രമിയാണെങ്കിൽ, കുറ്റം ചെയ്യുന്ന ആളാണെങ്കിൽ അവന് ശിക്ഷ ലഭിക്കണം. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു സാധുവായ മനുഷ്യനെ ഒരാൾ വെറുതെ ആക്രമിക്കുകയാണെന്ന് കരുതുക, നമ്മളോട് എന്താ ആഗ്രഹിക്കുക? ഒരു മനുഷ്യൻ സ്വാഭാവികതയിൽ എന്തിനാ ആഗ്രഹിക്കുക? ആ സാധുവായ മനുഷ്യനെ വെറുതെ ഇടങ്ങറാക്കുന്നവൻ രണ്ടെണ്ണം കിട്ടിയാൽ കൊള്ളാം എന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിക്കും. മനുഷ്യന്റെ ഫിത്രത്ത് അതാണ്. അതുകൊണ്ട് തന്നെ അക്രമി ശിക്ഷിക്കപ്പെടണമെന്നും അക്രമി വാലും അവൻ തക്കതായ രൂപത്തിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഒരു മനുഷ്യന്റെ പ്രകൃതി ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ദുനിയാവിലെ ശിക്ഷകൾ അതിന് വലിയ പരിമിതിയുണ്ട്. പല കേസുകളിലും ശിക്ഷ ലഭിക്കപ്പെട്ടാൽ തന്നെ ആ ശിക്ഷകൾ പലപ്പോഴും മദ്ലൂമുകൾ അഥവാ ആ ശിക്ഷയ്ക്ക് അർഹമായ ആളുകൾ അവർ അതിൽ തൃപ്തരല്ല, അത് കൊടുത്തത് ശരിയായിട്ടില്ല, അതിന് ആപ്റ്റായിട്ടില്ല, ഈ തിന്മയ്ക്ക് യോജിച്ച ശിക്ഷയല്ല ഭരണകൂടം നൽകിയിട്ടുള്ളത് എന്ന പ്രയാസങ്ങൾ പറയാറുണ്ട്. അവിടെയാണ് നരകത്തിന്റെ പ്രസക്തി. കൃത്യമായി ഈ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ രൂപത്തിൽ ളാലിമീങ്ങൾക്ക്, അക്രമികൾക്ക് നൽകുന്ന ലോകമാണ് നരകം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നരകം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അദലാണ്, നീതിയാണ്. ഫലസ്തീനിലെ ചില വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 3 വയസ്സുള്ള 4 വയസ്സുള്ള ചെറിയ കുട്ടിയുടെ ശരീരത്തിലേക്ക് 100-ലധികം വരുന്ന വെടിയുണ്ടകൾ ഉതിർത്ത മനുഷ്യൻ, അവൻ ഈ ദുനിയാവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ശിക്ഷകൾ എന്താണ്? ഒരു കുട്ടി ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ചിന്നിച്ചിതറി ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. അവൻ ഈ ലോകത്ത് അവൻ്റെ ഉമ്മയില്ല, അവൻ്റെ ഉപ്പയില്ല, ആകാശത്തിന് ചുവട്ടിൽ സ്വന്തമായി ഒരാളും തന്നെയില്ല. ആ കുട്ടി അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക്, അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, ആ ക്രൂരത ചെയ്ത അവൻ്റെ ഉമ്മയെ, അവൻ്റെ ഉപ്പയെ, അവൻ്റെ അനുജന്മാരെ, അവരുടെ ജീവനെടുത്ത ആ നരഭോജികളായ മനുഷ്യർക്ക് ഈ ലോകത്ത് നമുക്ക് നൽകാൻ കഴിയുന്ന ശിക്ഷ എന്താണ്? അവിടെയാണ് റബ്ബിന്റെ നരകം. ആ നരകം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ശിക്ഷകൾക്ക് യോജിച്ച, അവരുടെ തിന്മകൾക്ക് യോജിച്ച ശിക്ഷകളാണ് റബ്ബ് നരകത്തിൽ നൽകുക. ഈ അടുത്ത് ഒരു മനുഷ്യനെ കണ്ടു. അയാളുടെ ശരീരം തീയേറ്റ് പൊള്ളി കരിഞ്ഞിരിക്കുന്നു. കൺപോളകൾ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും
പൊള്ളലേറ്റ് ഒരു 2 സെക്കൻഡ് സമയം പോലും ആ മനുഷ്യന്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാൻ കഴിയാത്ത ആ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അള്ളാഹുവിന്റെ നരകം, ആ നരകത്തിലെത്തി മുജ്രിമുകളുടെ, കുറ്റവാളികളുടെ അവരുടെ ശരീരം കരിച്ചു കളയും. നമുക്ക് തോന്നും, അപ്പൊ അതാ നരകത്തിലേക്കിട്ട് എൻ്റെ തോല് കരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദനയില്ലല്ലോ. അവിടെ അവസാനിക്കുന്നില്ല. ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. ആ തോലുകൾ കരിച്ചു കളഞ്ഞാൽ പുതിയ തോലുകൾ നൽകും. ചില ആളുകൾക്ക് തോന്നും, ഇതാ കുറച്ചു നേരം, ഒരു 3 മിനിറ്റ്, ഒരു മിനിറ്റ്, അതോടുകൂടെ എൻ്റെ ജീവൻ അവസാനിച്ചു. കൂട്ടരെ, നരകത്തിൽ മരണമില്ല. ആ മനുഷ്യൻ അവന്റെ ശിക്ഷ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ചെറിയ വലിപ്പമല്ല, നമ്മളുടെ ഈ രൂപമല്ല നരകത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകത്തെ കണ്ട് നരകത്തിലെ ഓരോ കാഴ്ചകളും നമുക്ക് പറഞ്ഞു തന്നു. ലിർസുൽ കാഫിരി ഔ നാബുൽ കാഫിരി മിസ്ലു ഉഹുദിൻ. ഉഹുദ് മലയോളം പോന്നതാണ് നരകാവകാശിയുടെ അണപ്പല്ലിന്റെ വലിപ്പം. ഒരു പല്ല് ഉഹുദ് മലയോളം പോന്നതാണ്. മദീനയിലെ ചുവന്ന പർവ്വതം, ആ പർവ്വത സമാനമായിരിക്കും ഒരു മനുഷ്യന്റെ പല്ലിന്റെ വലിപ്പം. വഗിലദു ജിൽദിഹി മസീറത്തു സലാസിൻ. അവന്റെ തോൽ, ആ നരകം തിന്നുന്ന തോൽ 3 ദിവസത്തെ വഴി ദൂരം സഞ്ചരിക്കാൻ മാത്രം അത്രയും വലിപ്പമുണ്ടായിരിക്കും. നരകത്തിലെ ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവനോട് റബ്ബ് ചോദിക്കും, അന്നല്ലാഹ യഖൂലു ലി അഹ്വനി അഹ്ലിൻ നാരി അദാബൻ. നരകത്തിലെ ചെറിയ ശിക്ഷ, ആ ശിക്ഷ ആസ്വദിക്കുന്നവനോട് ചോദിക്കും, നിന്റെ ദുനിയാവ് മുഴുവൻ, ഈ ദുനിയാവ് മുഴുവൻ നിന്റെ കൈകളിലുണ്ട് എന്ന് നീ കരുതുക. ഈ ശിക്ഷയ്ക്കു പകരമായി ആ ദുനിയാവ് മുഴുവൻ നൽകുമോ? പ്രിയമുള്ളവരെ, ഏത് ദുനിയാവ്? നമ്മൾ വാരിപ്പുണരാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ആഖിറം മറന്നുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവ് മുഴുവൻ നൽകി നിനക്ക് ഈ ശിക്ഷയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണോ എന്ന് ചോദിക്കുമ്പോൾ ഖാല, ആ മനുഷ്യൻ പറയും, നരകത്തിലെ ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവന്റെ മറുപടി നഅം, അതെ, എനിക്കെങ്ങനെയെങ്കിലും ഈ ശിക്ഷയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം. എങ്കിൽ പ്രിയമുള്ളവരെ, ദുനിയാവ് കൊടുത്തുകൊണ്ടെങ്കിലും, നമ്മുടെ ദുനിയാവിലെ സമയം കൊടുത്തുകൊണ്ടെങ്കിലും, ദുനിയാവിലെ നമ്മളുടെ മറ്റു സൗകര്യങ്ങൾ ആഖിറത്തിനു വേണ്ടി ത്യജിച്ചുകൊണ്ടെങ്കിലും ആ നരകത്തെ തൊട്ട് നമ്മൾ രക്ഷപ്പെടണം. ഇവിടെ ഏതു വലിയ കുറ്റവാളിയെ അവന്റെ വിധി വന്നു കഴിഞ്ഞാലും, കോടതി വിധി പറഞ്ഞു കഴിഞ്ഞാലും, മാധ്യമപ്രവർത്തകർ ചെല്ലുമ്പോൾ അവർ പറയും, ആ പ്രതി പറയും, ഇത് അനീതിയാണ്, ഞാൻ മേൽക്കോടതിയിലേക്ക് പോകും. ഒരിക്കലും നീതിയല്ല, ജഡ്ജിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി വിധി വന്നു കഴിഞ്ഞ് ഇരയുടെ അരികിലേക്ക് ചെന്നാൽ ഇരക്ക് പറയാനുമുള്ളതും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. എന്നാൽ നരകത്തിലെത്തുന്ന കുറ്റവാളികൾ, മുജ്രിമുകൾ, അവര് പറയും, ഇത് നീതിയാണ്, ഞങ്ങൾ ചെയ്ത പ്രവർത്തനത്തിനുള്ളതാണ്, ഞങ്ങൾക്ക് അനർഹമായിട്ടാണ് ഈ ശിക്ഷ, ഇത് അല്പം കടുപ്പമുള്ളതാണ്, ഇത് ഞങ്ങൾക്ക് യോജിച്ചതല്ല, അതിനു മാത്രമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നല്ല അവർ പറയുക. അവർ കുറ്റവാളികളാണ് എന്ന് നരകാവകാശികൾ പറയും. വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഈർ. ഞങ്ങൾ ചിന്തിച്ചില്ല, ഞങ്ങൾ കേട്ടില്ല, ഞങ്ങളാണ് കുറ്റക്കാർ. കേൾക്കേണ്ട സമയത്ത് പരിഹാസത്തോടുകൂടെ നടന്നു, ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കാതെ, ഇതിനെക്കുറിച്ച് ഗൗരവത്തോടുകൂടെ ആലോചിക്കാതെ ഞങ്ങൾ ചെന്നതുകൊണ്ടാണ് നരകത്തിലെത്തിയത് എന്ന് അവർ പറയും. അതുകൊണ്ട് നീതിയാണ് ആ ശിക്ഷ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സഹോദരങ്ങളോട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ അദൃശ്യമായ പല കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഭൂമിയുടെ വിഷയം നമ്മൾ പറഞ്ഞു, നമ്മുടെ മാതാപിതാക്കളുടെ വിഷയം പോലും നമ്മൾ പറഞ്ഞു. ഈ പരലോകത്തിന്റെ വിഷയം നമ്മളിലേക്ക് എത്തിച്ചത് കളവ് പറയാത്ത, അദ്ദേഹത്തിന്റെ സമൂഹം സർട്ടിഫിക്കറ്റ് നൽകിയ അമീൻ എന്ന് വിശേഷിപ്പിച്ച ശത്രുക്കൾ പോലും. നമുക്ക് ചരിത്രത്തിൽ അബൂ സുഫിയാൻ ഒരു സംഭവം കാണാം. അദ്ദേഹം സഹാബി ആകുന്നതിന് മുമ്പാണ്. ഹിർക്കലിന്റെ സദസ്സിൽ ഹിർക്കൽ 10ഓളം ചോദ്യം അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട്. അവിടെ അബൂ സുഫിയാൻ പിന്നീട് ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ പറയാണ്, റസൂലിനെതിരെ ഒരാരോപണമെങ്കിലും എനിക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ, റസൂലിനെ ഒന്ന് വഷളാക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവിടെ വഷളാക്കുമായിരുന്നു. പക്ഷെ പറ്റിയില്ലെന്നാണ്. വഷളാക്കാൻ ഉദ്ദേശിച്ചിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല എന്നാണ്. അത്രത്തോളം സമൂഹം സർട്ടിഫിക്കറ്റ് നൽകിയ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്
ഈ വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ഇതിന് ലെവലേശ സംശയമില്ല, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് വിശ്വാസികളുടെ വാചകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ പറയും റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്നാ. അല്ലാഹുവേ, ഒരു വിളിയാളം നടത്തുന്ന ഒരു വ്യക്തി നമ്മുടെ അടുക്കിലേക്ക് വന്നു, പ്രവാചകന്മാരാണ്. അവർ വിശ്വസിക്കാൻ പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. കാരണം പ്രവാചകന്മാരൊക്കെ സമൂഹം പോലും അംഗീകരിക്കപ്പെട്ട റബ്ബ് സർട്ടിഫിക്കറ്റ് നൽകിയ വ്യക്തികളാണ്. അവർ പറയുമ്പോൾ അതൊരു സംശയമില്ലെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം ഫഅൻതും ഹീനഇദിൻ തൻദുറൂൻ, ഈ കാര്യം നമ്മൾ എത്ര നിഷേധിച്ചാലും ആ മരണശേഷമുള്ള ജീവിതം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം വരാണ്ട്. നമ്മൾ അതിനു മുമ്പ് നമ്മൾ ശരിയാക്കിയില്ല എങ്കിൽ അപ്പം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റൂല. ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബൽ, അവർക്ക് ആ സമയം വ്യക്തമാകും. അവർ ധിക്കരിച്ച, അവർ തള്ളിക്കളഞ്ഞ, അഹങ്കാരം കൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടും അവരൊഴിവാക്കിയ ആ കാര്യങ്ങളുടെ സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം വരുമെന്നാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയൂല. അതാണ് അള്ളാഹു പറഞ്ഞത്, കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. അവർ ധിക്കരിക്കാണല്ലോ, അവർ വഴി അറിഞ്ഞോളും. എവിടെ പോകാനാണ്? മരണമുണ്ടോ? അവരറിഞ്ഞേ മതിയാവും. ആ സമയത്ത് നമ്മൾ അറിയും. ആ സമയത്ത് ഖേദിച്ചാൽ പിന്നെ രക്ഷയില്ല. അകും മിനസ് സാലിഹീൻ, അള്ളാഹുവെ സോലിഹാകാം, സ്വതക്ക ചെയ്യാം, നന്മകൾ ചെയ്യാം എന്ന് അപ്പ പറഞ്ഞൊരു കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരലോകത്തെ സംബന്ധിച്ച് മരണത്തിന് ശേഷമുള്ള ആ മറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നമ്മളിലേക്ക് എത്തിയിരിക്കെ, അത് കേൾക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകിയിരിക്കെ, നമ്മൾ ഇനിയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ചില ലിബറലുകളുടെ ശക്കുണ്ടാക്കുന്ന, സംശയം ജനിപ്പിക്കുന്ന ആൾക്കാരുടെ വാക്ക് കേട്ട് നമ്മളതിനെ നിഷേധിക്കുകയാണെങ്കിൽ, ഈ പരലോകത്ത് നിഷേധിച്ച ആളുകൾക്ക് അവർക്ക് കൃത്യമായി മറുപടി ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. സ്കെപ്റ്റിസം എന്ന് പറയും, സംശയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ക്ലാരിറ്റി ഉള്ളതാണ്, ക്ലിയറാണ്. എന്താണ് പരലോകം, മരണശേഷം അവന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ച, വ്യക്തമായ മറുപടികൾ നൽകിയ ഒറ്റ മതം അത് ഇസ്ലാമാണ്. ഇസ്ലാമിനെ പോലെ പരലോകത്തെ പഠിപ്പിച്ച മറ്റൊരു അധ്യാപനങ്ങളെയും മറ്റൊരാദർശത്തെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമുക്ക് ഉണ്ടാകണം. അതാണ് നമ്മുടെ വിജയത്തിൻ്റെ മാനദണ്ഡം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ആദർശ സുഹൃത്ത് ഒരു അനുഭവം പങ്കുവച്ചു. കുടുംബസമേതം ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാരണവർ പെട്ടെന്ന് മരണപ്പെട്ടു വിടുകയാണ്. എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്, പരസ്പരം സംസാരിക്കുകയാണ്. അതിനിടയിലാണ് മരണം. പ്രിയമുള്ളവരെ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ കണ്ണിമ വെട്ടുന്ന നിമിഷം കൊണ്ട് അവന്റെ സാഹചര്യങ്ങൾ മാറി, അവന്റെ ലോകം മാറി. ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസർ. ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുകൾ എത്തും. ആ മലക്കുകൾ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ണ് ആ ആത്മാവിനെ പിന്തുടരും. മരണത്തിന്റെ വെപ്രാളത്തിൽ ആ മനുഷ്യരുടെ കണങ്കാലുകൾ കൂട്ടിയടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നന്മകൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ ഒരു കൂജയിൽ നിന്ന് വെള്ളമൊടിക്കുന്ന രൂപത്തിൽ വളരെ മൃദുലമായി അവന്റെ റൂഹിനെ മലക്കുകൾ ഏറ്റെടുക്കും. ഇവിടെ റബ്ബിനെ ധിക്കരിച്ചവർ, ഇവിടെ അഹങ്കാരം നടിച്ചവർ നനുത്ത പഞ്ഞിയിൽ നിന്ന് ഇരുമ്പിന്റെ കൊളുത്തുകൾ വലിച്ചെടുക്കുന്ന രൂപത്തിൽ ആത്മാവ് ആ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കും. അവനെ പ്രയാസപ്പെടുത്തി അവന്റെ റൂഹിനെ മലക്കുകൾ ഏറ്റെടുക്കും. പ്രിയമുള്ളവരെ, പിന്നീട് ബർസഖാണ്, പിന്നീട് ഖബറിലാണ്. ആ ഖബറിലെ കാത്തിരിപ്പുണ്ട്. ആ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം. മനുഷ്യരിങ്ങനെ തിരിച്ചു പോകുമ്പോ അവരുടെ കാലിന്റെ ശബ്ദം ആ ഖബറിൽ നിങ്ങൾ കേൾക്കും. ഏകാന്തത നമ്മളറിയും. പ്രിയമുള്ളവരെ, ശ്മശാന മൂകതയുടെ ആദ്യ രാത്രി നമുക്ക് അനുഭവിക്കാനുണ്ട്. അവിടെ മലക്കുകളെത്തും. മലക്കുടെ ചോദ്യമുണ്ട് നമ്മുടെ റബ്ബിനെ കുറിച്ച്, റസൂലുള്ളാഹിയെ കുറിച്ച്, നമ്മുടെ ദീനിനെ കുറിച്ച്. ആ വിഷയങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ? സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന് സ്വർഗീയ കാഴ്ചകൾ കണ്ട് ആ മനുഷ്യന് ഖബറിൽ കഴിയാം.
അവിടെ റബ്ബിനെ കുറിച്ച് അറിയില്ല എങ്കിൽ, റസൂലുള്ളാഹിയെ കുറിച്ച് അറിയില്ല എങ്കിൽ, നമ്മുടെ ദീനിനെ കുറിച്ച് അറിയില്ല എങ്കിൽ അട്ടഹസിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് നരകത്തിന്റെ കാഴ്ചകൾ കണ്ട് ആ മനുഷ്യൻ കടിയുമെന്നാണ്. പ്രിയമുള്ളവരെ, അവിടെ അവസാനിക്കുന്നില്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത് നഗ്നരായിട്ടാണ്, നഗ്നപാതരായിട്ടാണ്, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരാണ്. അതുപോലെ ഖബറുകളിൽ നിന്ന്, പുണ്യഗംഗാ തീർത്ഥങ്ങളിൽ നിന്ന്, ശ്മശാനങ്ങളിൽ നിന്ന് മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു തന്നെ ചോദിക്കുകയാണ്, നബിയേ, അന്ന് നഗ്നരായി വസ്ത്രം ധരിക്കാത്തവരായി മനുഷ്യരെ കൂടിച്ചേരുമ്പോ അവര് പരസ്പരം നോക്കുകയില്ലേ? ആയിഷ, ആ ലോകത്തെക്കുറിച്ച് നിനക്കറിയുമോ? അന്നോരോ മനുഷ്യരും സ്വന്തം കാര്യത്തെക്കുറിച്ച് പ്രയാസത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പിന്നീട് ഭൂമിയിലേക്ക് യാത്രയില്ല, പിന്നീട് വിചാരണയാണ്. നരകം കൊണ്ടുവരപ്പെടും. ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ച നരകത്തെ കൺമുന്നിൽ കണ്ട് റബ്ബ് വിചാരണ ചെയ്യും. നമ്മൾ ചെയ്ത ഒരണുമണി തൂക്കം നന്മയാണെങ്കിലും ആ നന്മകൾ കാണിക്കപ്പെടുന്ന ലോകം. നമ്മൾ ചെയ്ത ഒരു തിന്മയും ആ തിന്മകൾ മാഞ്ഞു പോവുകയില്ല. ആ തിന്മകൾക്കനുസ്യൂതമായ ശിക്ഷകൾ ലഭിക്കുന്ന ഒരു ലോകം കടന്നു വരും. പിന്നീട് പ്രിയമുള്ളവരെ, ഇവിടെ സ്വർഗത്തിനുള്ള അമലുകൾ ചെയ്തവരെ നമുക്ക് സന്തോഷിക്കാം. നമ്മളെ കാത്തിരിക്കുന്നത് സുഖാനുഭൂതിയുടെ സ്വർഗമാണ്. റബ്ബിനെ ധിക്കരിച്ചവരെ, നിരീശ്വരവാദികളെ, പരലോകമില്ല എന്ന് പറഞ്ഞവരെ, മരണത്തിനപ്പുറം ഒരു ജീവിതമില്ല എന്ന് വാശി പിടിച്ചവരെ, നിങ്ങളെ കാത്തിരിക്കുന്നത്, നിഷേധികളെ കാത്തിരിക്കുന്നത്, പരിഹസിക്കുന്നവരെ കാത്തിരിക്കുന്നത് കത്തിയാളുന്ന നരകമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ആ ജീവിതത്തെക്കുറിച്ച് ഒന്നാലോചിക്കാൻ, പഠിക്കാൻ നമ്മൾ തയ്യാറാകുക. അല്ലാഹു ശരിയായ രൂപത്തിൽ പഠിക്കാൻ, മനസ്സിലാക്കാൻ, അങ്ങനെ സ്വർഗത്തിനു വേണ്ടി ധൃതിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.